بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. فيا خسارة نفس في تجارتها لم تشتر الدين بالدنيا ولم تسمي. ومن يبع عاجلا منه بعاجله يبن له الوبن في بيع وفي سلم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾ അവരുടെ വിശേഷണങ്ങൾ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ 4 കാര്യങ്ങൾ നാം സംസാരിച്ചു. ആർക്കും ശല്യം ചെയ്യാതെ വിനയാന്വിതരായി ജീവിക്കുന്നവർ,
ആര് ശല്യം ചെയ്താലും അതിന് പ്രതികരിക്കാതെ ക്ഷമിച്ചുകൊണ്ട് സമാധാനത്തിന്റെ സന്ദേശം പറയുന്നവർ, അല്ലാഹുവിനെ ഭയപ്പെട്ടു അല്ലാഹുവിന് വളരെ ആത്മാർത്ഥമായി രാത്രി സമയത്ത്, ആരും കാണാത്ത സമയത്ത് പോലും ഏറ്റവും വലിയ ശരീരത്തിന്റെ കർമ്മമായ നിസ്കാരം നിർവഹിക്കുന്നവർ, സൃഷ്ടികളോടുള്ള സ്വഭാവം അവരുടേത് വളരെ ക്രമീകരിച്ചുകൊണ്ടാണ്. സൃഷ്ടാവിനോട് അവർ ആരും കാണാത്ത സമയത്തും നീണ്ട സമയം സംഭാഷണത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ശരീരത്തിന്റെ കർമ്മം, ആ കർമ്മമായ നിസ്കാരം പാതിരക്ക് പോലും നിർവഹിക്കുന്നവരാണ്. ഇന്നലെ നാം സംസാരിച്ചത് അങ്ങനെ സൃഷ്ടാവിനോടും സൃഷ്ടികളോടും അവരുടെ സ്വഭാവം വളരെ മഹത്തരമാണ് എന്നതിന്റെ പുറമെ അത് കർമ്മത്തിൽ മാത്രമല്ല, അവരുടെ ഹൃദയത്തിൽ സൃഷ്ടാവിനുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷയും അതേസമയം സൃഷ്ടാവായ അല്ലാഹുവിനുള്ള ഭയവും രണ്ടും ഒരേ സമയത്ത് ഒത്തുചേർന്നിട്ടുള്ളവരാണ്. എന്നാൽ അവരുടെ സാമ്പത്തിക രംഗം എങ്ങനെയാണ്? അവരുടെ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചാണ് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. അവരുടെ ധനസമ്പാദനം, ധനവിനിയോഗം അത് രണ്ടും വളരെ കൃത്യമാണ്. ഒരൽപ്പവും കൂടുതലോ കുറവോ ആകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല വരച്ചു കാണിച്ചു കൊടുത്ത ആ ക്രമത്തിൽ തന്നെ അവർ ധനം വിനിയോഗിക്കുന്നവരാണ്. അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്, വല്ലദീന ഇദാ അൻഫഖൂ, അവർ അവരുടെ ധനം ചെലവഴിക്കുമ്പോൾ ലം യുസ്രിഫൂ, അവർ അനാവശ്യം ചെലവഴിക്കുന്നില്ല, അനാവശ്യമായി അവർ ഒന്നും തന്നെ ചെലവഴിക്കുന്നില്ല, അനാവശ്യമായി ഒന്നും ചെയ്യുന്നില്ല. വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ, ചെലവഴിക്കേണ്ട സ്ഥലത്ത് ചെലവഴിക്കാതെ ലുബ്ധത കാണിക്കുന്നുമില്ല. ആവശ്യത്തിന് അതിന്റെ ശരിയായ ക്രമപ്രകാരം ധനം കൈകാര്യം ചെയ്യുന്നവരാണ് ആ മഹാന്മാർ. പണ്ഡിതന്മാർ ഇതിന് തഫ്സീർ രേഖപ്പെടുത്തി, ലം യുജാവിസുൽ ഹദ്ദ ഫിൻ നഫഖ, ചെലവഴിക്കുന്ന സ്ഥലത്ത് അവർ അതിര് വിട്ട് കടക്കുന്നില്ല. അതിർവരമ്പുകൾ, ഇസ്ലാം ദീൻ നിർദ്ദേശിച്ച, അല്ലാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ അവർ വിട്ടുകിടക്കുന്നില്ല. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, ലം യകുലൂ ലിത്തനഉം, അവരെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നവരല്ല. വലാ യൽബസൂന സിയാബഹും ലിൽ ജമാൽ, അവർ ഭംഗിയുണ്ടാകട്ടെ എന്ന നിരക്ക് വസ്ത്രം ധരിക്കുന്നവരുമല്ല. വസീന, അഴകിനു വേണ്ടി ധരിക്കുന്നവരല്ല, മറിച്ച് അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാനും അവരുടെ ശരീരം മറക്കാനും ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷണം ലഭിക്കാനും അല്ലാഹുവിന്റെ നിഅ്മത്ത് പ്രകടിപ്പിക്കാനും അവർ വസ്ത്രം ധരിക്കുന്നു. അതുപോലെ അവരുടെ ആരോഗ്യം സംരക്ഷിച്ച് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അവർ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഏത് കാര്യവും അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതം അവർ മുന്നോട്ട് നയിക്കുന്നു. ഇവരുടെ സാമ്പത്തിക രംഗം അങ്ങനെയാണ്. സഹോദരന്മാരെ, ധനം അത് ഒരു വലിയ ഘടകമാണ്. മനുഷ്യന്റെ ജീവിതത്തിന് സമ്പത്ത് മനുഷ്യജീവിതത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സമ്പത്തിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത്, ധനത്തെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞു, വലാ തൂതുസ് സുഫഹാ അംവാലകും അല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമാ, ഈ സമ്പത്ത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും കയ്യിൽ എങ്ങനെയെങ്കിലും കൊടുക്കാനുള്ളതല്ല. ഈ സമ്പത്ത് നിങ്ങൾ അറിവില്ലാത്ത, ചിന്തയില്ലാത്ത ആളുകളുടെ കയ്യിൽ പണം കൊടുക്കരുത്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ഭോഷന്മാരുടെ കയ്യിൽ കൊടുക്കരുത്. എന്താണ് സമ്പത്തിന് ഇത്ര വലിയ മഹത്വം?
ഖുർആൻ പറയുന്നു അല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമൻ. സമ്പത്ത് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു വെച്ചിട്ടുള്ള കാര്യമാണ്. അത് എങ്ങനെയെങ്കിലും നശിപ്പിക്കാനുള്ളതല്ല. വലാ തൂതു സുഫഹാഅ അംവാലക്കും അല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമൻ. നിങ്ങൾ ചിന്താശക്തിയില്ലാത്ത, സമ്പത്തിനെ കുറിച്ച് ബോധമില്ലാത്ത, അതുണ്ടാക്കാനുള്ള അധ്വാനത്തെക്കുറിച്ച് അറിയാത്ത, അതിന്റെ ആവശ്യകത മനസ്സിലാക്കാത്ത ചെറിയ കുട്ടികളുടെ കയ്യിലൊന്നും നിങ്ങൾ ധനം കൊടുത്തേക്കരുത്, പണം കൊടുത്തേക്കരുത്. അല്ലാഹു പറയുന്നു അത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിൽപ്പിന് വേണ്ടി വെച്ചിട്ടുള്ള കാര്യമാണ് സമ്പത്ത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ് വർസുഖൂഹും, നിങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണം കൃത്യമായി നന്നായി കൊടുക്കണം. വക്സൂ ഫീഹാ, ആ സമ്പത്തിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. വക്സൂഹും, നിങ്ങൾ കുട്ടികൾക്ക് വസ്ത്രം വാങ്ങിച്ച് ധരിപ്പിക്കണം. വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ, ചെറിയ കുട്ടികളോട് നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞു, മോനെ ഇത് നിന്റെ കയ്യിൽ തരാൻ പറ്റില്ല, ഇത് നീ ചെലവഴിച്ചാൽ പറ്റില്ല, നിനക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് അങ്ങ് തരും എന്നിങ്ങനെ. ഇനി ആ കുട്ടിയുടെ സ്വത്ത് തന്നെയാണെങ്കിലും, കുട്ടി മരിച്ചു പോയിട്ട് യതീം കുട്ടിയാണ്, ആ കുട്ടിയുടെ സ്വത്ത് തന്നെയാണെങ്കിലും അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആ വിവരമില്ലാത്ത കുട്ടികളുടെ കയ്യിൽ പണം കൊടുത്തേക്കരുത്. കുട്ടികൾക്ക് ആവശ്യമുള്ളത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറയുക, ആ കുട്ടികളോട് നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞു, അവരുടെ മനസ്സിന് ടെൻഷനില്ലാതെ അവരോട് നല്ല വാക്ക് പറഞ്ഞു, നിന്റെ തന്നെ അല്ലേ ഇത്, എനിക്ക് തരാൻ തന്നെ ഉള്ളതല്ലേ, ഇത് പോയിക്കൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എന്റെ കയ്യിൽ തരാത്തത്, ആരെങ്കിലും പിടിച്ചു പോവും, കള്ളന്മാരുണ്ടാവും, തട്ടിപ്പോവും, തട്ടിപ്പറിച്ചു പോവും, ചിലപ്പം എന്റെ മകനെയും എന്തെങ്കിലും ചെയ്തു കളയും. ഇങ്ങനെ പറഞ്ഞ ആ കുട്ടിക്ക് നല്ല വാക്ക് പറഞ്ഞു കൊടുത്ത് ആ കുട്ടിയുടെ കയ്യിൽ പണം കൊടുക്കാതെ, പണത്തിന്റെ വിലയറിയാത്ത, പണത്തിന്റെ ഗുണമറിയാത്ത കുട്ടികളുടെ കയ്യിൽ നിങ്ങൾ പണം കൊടുത്തേക്കരുത്. അതുപോലെ ബുദ്ധി വിവരവുമില്ലാത്ത ഭ്രാന്തന്മാരുടെ കയ്യിൽ, മാനസിക രോഗികളുടെ കയ്യിൽ, അതുപോലെ വേണ്ടതുപോലെ ബ്രെയിൻ വളർച്ചയില്ലാത്തവരുടെ കയ്യിൽ. ആകയാൽ സമ്പത്ത് എവിടെ ചെലവഴിക്കണം, എത്ര ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കണം എന്നതിനെ സംബന്ധിച്ച് ബോധമില്ലാത്തവന്റെ കയ്യിൽ നിങ്ങൾ പണം കൊടുക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പറയുകയാണ്, മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ് സമ്പത്ത് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, യതീം കുട്ടികളുടെ സ്വത്താണെങ്കിൽ അത് കൊടുക്കുമ്പോൾ നിങ്ങൾ വബ്തലുൽ യതാമ ഹത്താ ഇദാ ബലഗുൻ നികാഹ ഫഇൻ ആനസ്തും മിൻഹും റുശ്ദൻ ഫദ്ഫഉ ഇലൈഹിം അംവാലഹും. യതീം മക്കളുടെ സ്വത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ ആ സ്വത്ത് അവർക്ക് പ്രായമായാൽ കൊടുക്കാമോ? പ്രായം തികഞ്ഞാലും പെട്ടെന്ന് കൊടുത്തുകൂടാ. കുട്ടികളുടെ കയ്യിൽ 15 വയസ്സായി എന്ന് മനസ്സിലാക്കി പണം കൊടുത്തുകൂടാ, പ്രായം തികഞ്ഞു എന്ന് മനസ്സിലാക്കി കൊടുത്തുകൂടാ. നിങ്ങൾ ആ കുട്ടികളെ ഒന്ന് പരിശോധിക്കണം. അവർ ദീനീയായ വിഷയങ്ങളിലും സാമ്പത്തിക രംഗങ്ങളിലും അവരുടെ മറ്റ് വിഷയങ്ങളിലൊക്കെ അവർ സന്മാർഗം പ്രാപിച്ചിട്ടുണ്ട്. അവരനാവശ്യം ചെലവഴിക്കുകയില്ല, ആവശ്യമില്ലാത്തതിന് നശിപ്പിക്കുകയില്ല, ആവശ്യമില്ലാത്തതിന് വേണ്ടി എടുക്കുകയില്ല എന്നൊക്കെയുള്ള ബോധം അവരിലുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അവരുടെ സ്വത്ത് നിങ്ങൾ അവരുടെ കയ്യിലേക്ക് കൈമാറിക്കോളൂ. വലാ തൽകുലൂഹാ ഇസ്റാഫൻ വബിദാറൻ അൻ യക്ബറൂ. അതേസമയത്ത് യതീമിന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ, അല്ലെങ്കിൽ മാനസിക രോഗികളുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ, സ്വന്തമായി ബുദ്ധിയും വിവരവുമില്ലാത്തവരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ, ആ കക്ഷികൾ അവരുടെ രോഗം മാറിയാൽ അവന്റെ കൈവശം കൊടുക്കേണ്ടി വരും. പ്രായം പൂർത്തിയായിട്ട് ബോധം വന്നാൽ ആ കുട്ടിക്ക് കൈമാറേണ്ടി വരും. അവൻ മൈനറാണെന്നത് പോയാൽ അവനിത് കൊടുക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കി അത് നിങ്ങൾ അനാവശ്യം തിന്നോ അല്ലാതെയോ ചെലവഴിച്ച് തീർത്തു കളയരുത്. അവർ വലുതായാൽ നിങ്ങൾ കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി നിങ്ങളത് വേഗം തീർത്തു കളയാനോ ചെലവഴിക്കാനോ നിങ്ങൾ തയ്യാറാകരുത്. വമൻ കാന വലിയൻ ഫല്യസ്തഅഫിഫ് വമൻ കാന ഫഖീറൻ ഫല്യകുൽ ബിൽ മഅറൂഫ്. നിങ്ങൾ അങ്ങനെയുള്ള സ്വത്ത് കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ
അതുപോലെ പൊതു സ്വത്ത് കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ സ്വന്തമായി നിങ്ങൾക്ക് ശേഷിയും കഴിവുമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ പാടില്ല. നേരെ മറിച്ച് നിങ്ങൾക്കതിൽ നിന്ന് കഴിക്കാതെ, നിങ്ങൾ മറ്റു ജോലികൾക്കൊന്നും പോകാതെ നിങ്ങൾ ഇതിൽ തന്നെ മെനക്കെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾ സാധുക്കളായതിന്റെ പേരിൽ അതിൽ നിന്ന് അവരുടെ സ്വത്ത് സംരക്ഷിക്കുകയും നടത്തുകയും ചെയ്യുന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് മറ്റു ജോലികൾക്ക് പോകാൻ സാധിക്കാതെ, ബിസിനസ്സിന് പോകാൻ സാധിക്കാതെ നിങ്ങൾ സാധുക്കളായി നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്കതിൽ നിന്ന് തിന്നുന്നതിന് വിരോധമില്ല. എന്നിട്ട് പിന്നെയും ഖുർആൻ പറയുന്നു, ഫൈദാ ദഫഅ്തും ഇലൈഹിം അംവാലഹും ഫഅശ്ഹിദൂ അലൈഹിം വഖഫാ ബില്ലാഹി ഹസീബാ. ഇനി പ്രായമായിട്ട് യോഗ്യത കൈവന്നതിന് ശേഷം അവരുടെ സ്വത്ത് നിങ്ങൾ അവർക്ക് കൈമാറുകയാണെങ്കിൽ തന്നെ ആ കൈമാറേണ്ട സമയം വന്നാൽ നിങ്ങളതിന് സാക്ഷികളെ നിർത്തിക്കൊണ്ട് മാത്രമേ കൈമാറാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്ക് നോക്കുന്നവനാണ്, അവൻ മതിയായവനാണ്. ഇതെന്തിനാണ് സഹോദരന്മാരെ റബ്ബ് പറയുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആല സമ്പത്ത് എന്ന് പറയുന്നത്, ധനമെന്ന് പറയുന്നത് അത് കൈകാലുകൊണ്ട് തട്ടിയിൽ കളയേണ്ട സാധനമല്ല, എങ്ങനെയെങ്കിലും നശിപ്പിക്കേണ്ട സാധനമല്ല. അതിനെ സംബന്ധിച്ച് നിങ്ങളത് മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വസ്തുവാണെന്നും അതിന്റെ വെയിറ്റ് അറിയുന്നവരുമായിരിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഇതിലൂടെ പല നിയമങ്ങളും പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണാം, സമ്പത്ത് സംരക്ഷിക്കുക എന്നത് മനുഷ്യന്റെ ബാധ്യതയാണ്. സഹീഹുൽ ബുഖാരിയിൽ തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ശഹീദ്. ഒരു മനുഷ്യൻ അവന്റെ സ്വത്ത് സംരക്ഷണത്തിന് വേണ്ടി ശത്രുക്കളുമായി പടപൊരുതേണ്ടി വന്നു, അങ്ങനെ സ്വത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ശത്രുക്കളുമായി പടപൊരുതി മരണപ്പെട്ടു പോയാൽ, കൊല്ലപ്പെട്ടു പോയാൽ ഫഹുവ ഷഹീദുൻ, അവൻ അല്ലാഹുവിന്റെ അടുക്കൽ ശുഹദാക്കളിൽപ്പെട്ടവനാണ്, ഷഹീദാണ്. ഒരു മുഅ്മിനിന്റെ സമ്പത്തിൽ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അത് നശിപ്പിക്കപ്പെടേണ്ടതല്ല. സമ്പത്തിന് വിലയുണ്ട്. അങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇനിയും നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ മറിച്ച് നോക്കിയാൽ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിൽ ഏറ്റവും, സൂറത്തുൽ ബഖറയിൽ എന്നല്ല പരിശുദ്ധ ഖുർആനിൽ മൊത്തത്തിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ ആ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നീളമുള്ള ആയത്ത്, അത് സ്വത്ത് സംരക്ഷണത്തെ സംബന്ധിച്ച് പറയുന്ന ആയത്താണ്. സമ്പത്തിന്റെ സംരക്ഷണത്തെ സംബന്ധിച്ച് പറയുന്ന ആയത്താണ്. അതിപ്പോൾ പറഞ്ഞ് മുഴുവൻ പറയുകയാണെങ്കിൽ തന്നെ വലിയ സമയം വേണം. എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ചില ആളുകൾ ഒരു കച്ചവടം ചെയ്തിട്ട്, വളരെ അടുത്ത ബന്ധമുള്ള ആളുകൾ തമ്മിൽ ഒരു കച്ചവടം ചെയ്തൊരു ബിസിനസ് നടത്തിയിട്ട് അതിനൊരു എഗ്രിമെന്റ് എഴുതണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വലിയ അഡ്വാൻസ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ചെറിയ അഡ്വാൻസ് കൊടുത്തിട്ട് അതിനൊരു എഗ്രിമെന്റ് എഴുതണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എഴുതി ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞാൽ, എന്നെ വിശ്വാസമില്ലേ? അപ്പോഴേ കണ്ടായിപ്പോരാ ഞാൻ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നിനക്കൊരു സംഖ്യ കടം തരികയാണെങ്കിൽ പണയം വെക്കണമെന്ന് പറഞ്ഞാൽ, ഇത്രയും എന്നെ വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. അറിവുകേടാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നീളമുള്ള എന്ന് പറഞ്ഞാൽ മുസ്ഹഫ് മറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഏകദേശം ഒരു പേജും 3 വരിയും ഒരൊറ്റ ആയത്താണ്. ഏതാണ് ആ ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മം ഫക്തുബൂ, നിങ്ങൾ ഒരു കടമിടപാട് നടത്തുകയാണെങ്കിൽ, റൊക്കം അങ്ങോട്ടും ഇങ്ങോട്ടും സംഖ്യ കൊടുക്കുകയും വസ്തു വാങ്ങുകയും ചെയ്യുന്ന ഇടപാടല്ല, ഒരു കടമിടപാട് നടത്തുകയാണെങ്കിൽ, അതാ ഒരവധി വെച്ചുകൊണ്ട് നിങ്ങൾ കടമിടപാട് നടത്തുമ്പോ ഫക്തുബൂ, നിങ്ങളത് എഴുതി റെക്കോർഡാക്കി വെക്കണം. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയുകയാണ്, യഥാ വല്യക്തുബ് ബൈനക്കും കാതിബുൻ ബിൽ അദിൽ, വളരെ നീതിപൂർവകമായ വിധത്തിൽ ആ കാര്യം എഴുതാൻ അറിയുന്ന ഒരാൾ നിങ്ങൾക്ക് മുന്നിൽ നീതിപൂർവകമായ നിലയ്ക്ക് എഴുതണം. എന്താണോ എഴുതേണ്ടത് കൃത്യമായി എഴുതണം.
അതിൽ കൂട്ടാനോ കുറക്കാനോ പാടില്ല. എങ്ങനെയാണോ ഇടപാട് നടന്നത്, എത്രയാണോ അവധി വെച്ചത്, എത്ര ഗഡുക്കളായിട്ടാണോ പറഞ്ഞത്, എല്ലാം കൃത്യമായ വിധത്തിൽ നീതിപൂർവകമായി എഴുതി വെക്കണം. എന്നിട്ട് വീണ്ടും പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വലായബ കാത്തിബുൻ വലായബ കാത്തിബുൻ അൻ യക്തുബ കമാ അല്ലമഹുല്ലാഹ്. എഴുതുന്നത് അറിയുന്ന വ്യക്തി, അള്ളയാണല്ലോ എഴുതാൻ അവനെ പഠിപ്പിച്ചത്. ആ എഴുതാൻ അറിയുന്ന വ്യക്തി ഒന്ന് എഴുതാൻ പറയുമ്പോൾ അതിന് മടിച്ചു നിൽക്കാൻ പാടില്ല. അയാൾ ആ എഴുത്തിന് പറയുമ്പോൾ എഴുതിക്കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകണം. വീണ്ടും അല്ലാഹു പറയുകയാണ്, ഫല്യക്തുബ്, അദ്ദേഹം എഴുതുമ്പോ അതാ എങ്ങനെ എഴുതണം, വല്യക്തുബ് ബൈനക്കും കാത്തിബുൻ ബിൽ അദിൽ വലാ യൗബ കാത്തിബുൻ യക്തുബ കമാ അല്ലമഹുല്ലാഹു ഫല്യക്തുബ് വൽയുംലിൽ ലദീ അലൈഹിൽ ഹഖ്. അദ്ദേഹം വ്യക്തമായി തന്നെ കൃത്യമായി എഴുതട്ടെ. ആ എഴുതേണ്ട വാചകം ആരാണോ സമ്പത്ത് കൊടുക്കേണ്ടി വരുന്നത്, ആരാണോ കടപ്പെടുന്നത്, ആ കടപ്പെടുന്ന വ്യക്തി വാചകം പറഞ്ഞു കൊടുക്കട്ടെ. കാരണം അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ കൊടുക്കാനുള്ള ഈ എഗ്രിമെന്റ് എഴുതുന്നത്. അതുകൊണ്ട് അതാ ആരാണോ സംഖ്യ കടപ്പെടുന്നത് അവൻ എഴുതാൻ വേണ്ടിയുള്ള വാചകം പറഞ്ഞു കൊടുക്കട്ടെ. വല്യത്തഖില്ലാഹ റബ്ബഹ, ആ വാചകം പറഞ്ഞു കൊടുക്കുന്ന സമയത്തും എഴുതുന്ന സമയത്തുമൊക്കെ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യട്ടെ. വലാ യബ്ഖസു മിൻഹു ശൈആ, ഒന്നും തന്നെ വാക്ക് പറയുമ്പോൾ ചുരുക്കി പറയാൻ പാടില്ല, ഉള്ളതുള്ളതുപോലെ പറയണം. فإن كان الذي عليه الحق سفيها أو ضعيفا أو لا يستطيع أن يمله فليملل وليه بالعدل. ഇനി കടപ്പെടുന്ന വ്യക്തി ഒരു ചെറിയ കുട്ടിയോ അല്ലെങ്കിൽ ദുർബലനായ ഒരു മാനസിക രോഗിയോ അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്തവനോ അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ ഫല്യുംലിൽ വലിയഹു ബിൽ അദിൽ, വളരെ നീതിപൂർവകമായ നിലക്ക് ആ എന്താണ് എഴുതേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ വലിയ, അദ്ദേഹത്തിന്റെ രക്ഷിതാവ് പറഞ്ഞു കൊടുക്കട്ടെ. എന്നിട്ട് വീണ്ടും ഖുർആൻ പറയുന്നു, വസ്തശ്ഹിദൂ ശഹീദൈനി മിൻ റിജാലിക്കും, നിങ്ങൾ രണ്ട് പുരുഷന്മാരെ അവിടെ നിങ്ങൾ സാക്ഷി നിർത്തുകയും ചെയ്യുവീൻ. ഫഇല്ലം യകൂനാ റജുലൈനി, അങ്ങനെ രണ്ട് പുരുഷന്മാരെ നിങ്ങൾക്ക് സാക്ഷിക്ക് കിട്ടുന്നില്ലെങ്കിൽ ഫറജുലുൻ വംറഅതാനി, ഒരു പുരുഷനും രണ്ട് സ്ത്രീയും സാക്ഷി നിൽക്കട്ടെ. മിമ്മൻ തർദൗന മിസ്മിന ശുഹദാ, സാക്ഷികളായി നിങ്ങൾക്ക് തൃപ്തി വരുന്ന രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും സാക്ഷിയായി ഉണ്ടാകട്ടെ. അതെന്തിനാണ് സ്ത്രീകളാകുമ്പോ രണ്ടാള് വേണം ഒരാൾക്ക് പകരം എന്ന് പറയുന്നത്? അൻതദില്ല ഇഹ്ദാഹുമാ ഫതുദക്കിറ ഇഹ്ദാഹുമൽ ഉഖ്റാ, സ്ത്രീയും പുരുഷനും ഒരുപോലെ അല്ല. പുരുഷന്റെ ബുദ്ധിയും പുരുഷന്റെ ഓർമ്മശക്തിയും കൂടുതലാണ്. പുരുഷന്റെ അത്ര തന്നെ ബുദ്ധിശക്തിയും അത്ര തന്നെ ഓർമ്മശക്തിയും സ്ത്രീകൾക്കുണ്ടാകുന്നതല്ല. അതുകൊണ്ട് ഖുർആൻ പറയുകയാണ്, അൻതദില്ല ഇഹ്ദാഹുമാ ഫതുദക്കിറ ഇഹ്ദാഹുമൽ ഉഖ്റാ. ഒരു പെണ്ണ് മറന്നുപോയാൽ മറ്റേ പെണ്ണ് ഓർമ്മിപ്പിക്കാൻ കാരണമാവുമല്ലോ. അതുകൊണ്ട് പെണ്ണാവുമ്പോ രണ്ടാൾ വേണം, ഒരാൾ മാത്രം പോരാ. പിന്നെ അവിടെ പിന്നെ രണ്ടാളും പറഞ്ഞാലോ എന്നൊരു ചോദ്യം ഉണ്ടാവും ചില കുസൃതിക്കാർക്ക്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ ജീപ്പും കാറൊക്കെ പോകുമ്പോ കാണാറില്ലേ, ജീപ്പിന് 4 ടയർ, ഇതാ ഒരു ടയർ കൂടി ഉണ്ടാവും എക്സ്ട്രാ. അതിനാണ് അത് ഒരു ടയർ ചീത്തയായാൽ അപ്പൊ തൽക്കാലം ഇട്ട് ഓടാൻ വേണ്ടിയാ. എന്നാൽ 2 ടയർ ഒന്നായിട്ട് ചീത്തയായാലോ ആരും ചോദിക്കാറില്ല, 2 ടയർ ആരും ഇട്ട് വെക്കാറില്ല. കാരണം എന്താണ്? അത് അത്രത്തോളം നമ്മൾക്ക് ഒരു കാര്യം കൊണ്ടുപോകാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? ഒരു ജീപ്പിൽ തന്നെ 4 ടയറും കെട്ടിപ്പോകണം. അപ്പൊ പിന്നെയും ഒരു ചോദ്യം, നന്നാലും ഒന്നായിട്ട് പിന്നെയും പോയാലോ? അപ്പൊ പിന്നെ ജീപ്പിന്റെ ടയർ മാത്രമേ കയറ്റാൻ കഴിയുള്ളൂ, മനുഷ്യർ കയറാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഏത് നിയമത്തിനും ആ നിയമത്തിന് ഒരു പരിധിയുണ്ട്. ആ പരിധി ഏത് നിയമങ്ങൾക്കും എവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇരിക്കട്ടെ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, 2 സ്ത്രീകൾ വേണം ഒരു പുരുഷന് പകരം. വലാ യബസ്സുഹദാഉ ഇദാ മാ ദുഉ, വലാ യബസ്സുഹദാഉ ഇദാ മാ ദുഉ. സാക്ഷി നിൽക്കാൻ വേണ്ടി പറയുമ്പോ, നീ ഇവിടെ ഒന്ന് സാക്ഷിയായി നിൽക്കണമെന്ന് പറയുമ്പോ, അതാ സാക്ഷി നിൽക്കുന്ന ആളുകൾ അവരതിനെ കൂട്ടാക്കാതിരിക്കരുത്. കാരണം അത് ജനങ്ങൾക്ക് ചെയ്യുന്ന ഒരു ഉപകാരമാണ്.
നാട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും അയൽവാസികൾ തമ്മിലും ജനങ്ങൾക്കിടയിലും കുഴപ്പമുണ്ടാകാതിരിക്കാൻ വേണ്ടി എന്താണ് ഇടപാട് നടന്നതെന്നതിനെ സംബന്ധിച്ച് സാക്ഷി നിൽക്കുകയും സാക്ഷി പറയുകയും ചെയ്യുന്നത് പ്രശ്നമില്ലാതിരിക്കാൻ ഒരു കാരണമാണല്ലോ. അതുകൊണ്ട് സാക്ഷി നിൽക്കാൻ പറഞ്ഞാലും സാക്ഷിയാകുന്നവരോട് സാക്ഷി പറയാൻ വേണ്ടി പറഞ്ഞാലും അവരതിന് വിസമ്മതിക്കാൻ പാടില്ല. ചെറിയതാകട്ടെ വലിയതാകട്ടെ അത് നിങ്ങൾ അതിന്റെ അവധി വരെ ആ എഴുതി വെച്ചത് സൂക്ഷിക്കുകയും ആ സാക്ഷി നിൽക്കുന്നവർ അത് അതാ എഴുതി റിക്കാർഡാക്കി വെക്കുകയും ചെയ്യണം. ദാലിക്കും മഖ്സതു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ വളരെ നീതിപൂർവകമായ നിലക്ക് നീങ്ങാൻ അതാണ് വേണ്ടത്. ഈ സാക്ഷി നിൽക്കുന്നവരോടും പിന്നെ മറന്നു പോകാതിരിക്കാനും സംശയിക്കാതിരിക്കാനും നിങ്ങളിൽ സംശയങ്ങൾ ഉടലെടുക്കാതിരിക്കാനും അങ്ങനെ എഴുതി വെക്കുന്നതോട് അതാ നല്ലത്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ വീണ്ടും പറയുന്നു, നിങ്ങൾ റൊക്കം തന്നെ പരസ്പരം വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്ന കച്ചവടമോ ബിസിനസ്സോ മറ്റോ ആണെങ്കിൽ അവിടെ എഴുതി വെക്കൽ ആവശ്യമില്ല. കാരണം അപ്പോൾ തന്നെ പരസ്പരം അതാ കറ കഴിഞ്ഞല്ലോ, കറ തീർന്നല്ലോ, കൊടുക്കേണ്ടത് അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും കൊടുത്ത് വിഷയം കഴിഞ്ഞല്ലോ, അവിടെ ഇതിന്റെ ആവശ്യം വരുന്നില്ല. ഫലൈസ അലൈക്കും ജുനാഹുന്നല്ല തക്തുബൂഹ, അവിടെ നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ തെറ്റൊന്നുമില്ല, കുറ്റമൊന്നുമില്ല. വസ്ഇദൂ ഇദാ തബായഅതും വലാ യുദാറ കാതിബും വലാ ശഹീദ്, നിങ്ങൾ ഇടപാട് നടത്തുന്ന സമയത്ത് സാക്ഷികളെ നിർത്തണേ. പരിശുദ്ധ ഖുർആൻ ഇടപാടിനെ സംബന്ധിച്ച് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മെ പ്രത്യേകമായി പറയുകയാണ്. നിങ്ങൾ ഇടപാട് നടത്തുന്ന സമയത്ത് സാക്ഷികളെ നിർത്തിക്കോളൂ. വലാ യുദാറ കാതിബും വലാ ശഹീദ്, എഴുതിയവനോട് പോയിട്ട് പിന്നെ നിന്റെ കയ്യക്ഷരത്തിൽ തന്നെ ഒന്ന് തടഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിത്തരണമെന്നാരും പറയരുത്, അല്ലെങ്കിൽ അവിടെ ഒന്ന് മാറ്റി എഴുതി തരണമെന്ന് പറയരുത്. അതുപോലെ എഴുതിയവനാരും പോയി ബുദ്ധിമുട്ടിക്കരുത്. സാക്ഷി നിൽക്കുന്നവനോട് നീ ഇങ്ങനെ മറിച്ച് പറയണമെന്നാരും പറയരുത്. അങ്ങനെ അവൻ മറിച്ച് പറയുകയും ചെയ്യരുത്. എന്താണോ ഉള്ളതുള്ളതുപോലെ അതിന്റെ അവകാശം ഉള്ളവർക്ക് കിട്ടണമെന്ന നിലയ്ക്ക് അത് നിങ്ങൾ കൃത്യമായി തന്നെ പ്രകടിപ്പിക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഇന്നഹു ഫുസൂഖ്, ഉള്ളതിന് വിരുദ്ധമായി എഴുതുകയോ എഴുതിയതിൽ മാറ്റം വരുത്തുകയോ മാറ്റം വരുത്താൻ ആവശ്യപ്പെടുകയോ ഇല്ലാത്തതായി പറഞ്ഞ് സാക്ഷി നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും അനധികൃതമായി ചെയ്താൽ അത് പടച്ച റബ്ബിന് വഴിപ്പെടുമെന്ന് പുറത്തു പോകുന്ന തമ്മാടിത്തമാണ് കേട്ടോ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സമാധാനപരമായ അന്തരീക്ഷം ലോകത്തുണ്ടാകാൻ ആവശ്യമായ സമാധാനപരമായ ജീവിതം ഏത് രാഷ്ട്രത്തിലും ഉണ്ടാകാൻ ആവശ്യമായ സർവ്വ വിഷയങ്ങളും അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം, അല്ലാഹു നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളും നിങ്ങളുടെ ആത്മീയ കാര്യങ്ങളും ദുനിയാവിന്റെ കാര്യങ്ങളും ആഖിറത്തിന്റെ കാര്യങ്ങളും മനസ്സിന്റെ കാര്യങ്ങളും ശരീരത്തിന്റെ കാര്യങ്ങളും സമ്പത്തിന്റെ വിഷയങ്ങളും കുടുംബത്തിന്റെ കാര്യങ്ങളും എല്ലാം 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 നന്നായി അറിയുന്നവനാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടോ, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും നീളമുള്ള ആയത്ത്, ഏറ്റവും കൂടുതൽ വലിയ ആയത്ത് സമ്പത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയും സമ്പത്തിന്റെ വകയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും ആവശ്യമായ ശക്തമായ നിർദ്ദേശം നൽകുന്ന ആയത്താണ് പരിശുദ്ധ ഖുർആനിൽ. അപ്പൊ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് അത് അവഗണിക്കേണ്ട വിഷയം അല്ല. അങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ ചുരുക്കി പറയുകയാണ്, സമ്പത്ത് മനുഷ്യൻ സ്വാഭാവികമായും മനുഷ്യന്റെ പ്രകൃതി ധനത്തെ സ്നേഹിക്കുന്ന ഒരു പ്രകൃതിയാണ്. ധനത്തെ സ്നേഹിക്കുന്ന ഒരു പ്രകൃതി ഇല്ലെങ്കിൽ ഇവിടെ ധനസമ്പാദനങ്ങൾ ഉണ്ടാവുകയില്ല, കച്ചവടങ്ങൾ നടക്കുകയില്ല, ജോലികളും കൃഷികളും നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പ്രകൃതിയിൽ സമ്പത്തിനോടൊരു സ്നേഹം വെച്ചിട്ടുണ്ട്. ഏതുപോലെ എന്നറിയോ?
ഭക്ഷണത്തിന്റെ രുചി അല്ലാഹു വെച്ചത് കണ്ടില്ലേ? കാരണം ശരീരത്തിന്റെ നിലനിൽപ്പിന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തിന് രുചിയില്ലെങ്കിൽ അത് കഴിക്കാൻ മനുഷ്യൻ കൂട്ടാക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു ഭക്ഷണത്തിന് രുചി വെച്ചു. ഇതുപോലെ അന്ത്യനാൾ വരെ ഇവിടെ മനുഷ്യ സമൂഹം ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ ഇണകളുമായി ബന്ധപ്പെടണം. അതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു ഇണകളുമായി ബന്ധപ്പെടുന്നതിന് മനുഷ്യന് രസവും സന്തോഷവും വെച്ചു. ഇല്ലെങ്കിലോ ഇവിടെ മനുഷ്യോൽപത്തി ഇവിടെ നിലനിൽക്കുകയില്ല, മനുഷ്യനിവിടെ ഉണ്ടാവുകയില്ല. ഇതുപോലെ അല്ലാഹു ജല്ല ജലാലുഹു മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി വെച്ചതാണല്ലോ സമ്പത്ത്. അതിനാൽ ആ സമ്പത്ത് ഇവിടെ ഉണ്ടാക്കാൻ മനുഷ്യന് താല്പര്യമുണ്ടാകണം എന്നതുകൊണ്ട് തന്നെ അല്ലാഹു ജല്ല ജലാലുഹു മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ മനുഷ്യന്റെ സമ്പത്തിനോടൊരു സ്നേഹം വെച്ചിട്ടുണ്ട്. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനദ് ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാത്, മനുഷ്യന് അലങ്കാരമാക്കപ്പെട്ടു, മനുഷ്യന് ഭംഗിയായി കാണിക്കപ്പെട്ടു. അല്ലാഹുവിന്റെ ഒരു പ്രകൃതി നിയമമായി അല്ലാഹു കൊടുത്തിട്ടുള്ളതാണ്. എന്താണ്? ആശിക്കുന്ന ചില സംഗതികളെ ഇഷ്ടപ്പെടൽ. അതിലൊന്നാണ് മിനൻ നിസാ, സൗന്ദര്യമുള്ള ഭാര്യമാരെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഭാര്യമാരെ ഇഷ്ടപ്പെടുക, സ്ത്രീകളെ ഇഷ്ടപ്പെടുക. വൽ ബനീൻ, സന്താനങ്ങൾ ഉണ്ടാകണം എന്ന് ഇഷ്ടപ്പെടുക. വൽ ഖനാതീരിൽ മുഖന്തറതി മിനദ് ദഹബി വൽ ഫിദ്ദ, വെള്ളിയും സ്വർണവും പണവുമായി അതാ സമ്പത്തുകൾ ഒരുമിച്ച് കൂടണം എന്ന് ആഗ്രഹിക്കുക. ഇത് വൽ ഖൈലിൽ മുസവ്വമ, നല്ല കുതിര. അന്നത്തെ കാലത്തുള്ള മുന്തിയ കാറാണത്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലത്തുള്ള മുന്തിയ കാറാണ് അന്നത്തെ കുതിര. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നല്ല ഭംഗിയുള്ള കുതിര, നല്ല സ്പീഡിലോടുന്ന കുതിര, വളരെ നല്ല കുതിര ഉണ്ടാകണം എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ കുതിര സവാരിയാണല്ലോ ഉള്ളത്. അപ്പൊ ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന് ബദറിൽ പോകുന്നവരും ഉഹദിൽ പോകുന്നവരും ഖന്തഖിൽ പോകുന്നവരും ഖൈബറിൽ പോകുന്നവരും തബൂക്കിൽ പോകുന്നവരുമൊക്കെ ഇന്ന് നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി അതാ ദീനിന്റെ ഖാദിമീങ്ങൾ ജീപ്പും കാറും എടുത്ത് വഅലിന്റെ സദസ്സിലേക്ക് വരുന്നു, വഅലിന്റെ പ്രചരണത്തിന് പോകുന്നു, ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് പോകുന്നു. അതുപോലെ ദീനിന്റെ ഉലമാക്കൾ, പണ്ഡിതന്മാർ വളരെ ദൂരങ്ങളിൽ യാത്ര ചെയ്യാൻ വേണ്ടി വളരെ പെട്ടെന്ന് ഓടുന്ന വളരെ സൗകര്യമുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു. കാരണം ഇന്നത്തെ കുതിര ഇന്നത്തെ കാറാണ്. അതേ സമയത്ത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അന്നത്തെ സ്പീഡിൽ ഓടുന്ന വാഹനമാണ് കുതിര. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു വൽ ഖൈലിൽ മുസവ്വമ, വളരെ നല്ല കുതിര. ആ കുതിരയെ മനുഷ്യന്റെ പ്രകൃതി തന്നെ താല്പര്യപ്പെടുന്ന ഒന്നാണ്. വൽ അൻആമി വൽ ഹർസ്, അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ വസ്തുക്കൾ ചുമന്നുകൊണ്ടുപോകുന്ന ഒട്ടകങ്ങൾ. സുബ്ഹാനല്ലാഹ്, വെറും കാറിൽ മുസ്ലിയാരിങ്ങ് വന്നാ പോരല്ലോ, അല്ലെങ്കിൽ കാറിൽ ജനങ്ങളിങ്ങ് വന്നാ പോരല്ലോ. അതിന് മുമ്പ് ഇവിടെ ബോക്സ് എത്തേണ്ടതുണ്ട്, അതുപോലെ കസേര എത്തേണ്ടതുണ്ട്. അതിനിതാ കാറ് പറ്റില്ലല്ലോ, അതിന് ലോറി വേണമല്ലോ. അന്നത്തെ കാലത്തുള്ള ലോറിയാണൊട്ടകം, അന്നത്തെ കാലത്തുള്ള ലോറിയാണൊട്ടകം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നു വൽ അൻആമി വൽ ഹർസ്, അതേ ആടുമാട് ഒട്ടകങ്ങൾ, ആടുമാട് ഒട്ടകങ്ങൾ. അതിലൊട്ടകം വാഹനമാണ്, വലിയ വസ്തുക്കൾ ഭാരം ചുമന്നു പോകുന്ന വാഹനമാണ്. അതിന്റെ പുറമെ പാല് കുടിക്കാൻ പറ്റുന്നതാണ്, അതിന്റെ പുറമെ മാംസവും കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മനുഷ്യന് പശുവും അതിന്റെ പാലും അതിന്റെ മാംസവും, ആടും അതിന്റെ പാലും അതിന്റെ രോമവും അതിന്റെ മാംസവും, അതെല്ലാം മനുഷ്യന് വേണ്ടി തന്നെ പടക്കപ്പെട്ടതാണല്ലോ. ആ പടക്കപ്പെട്ടതൊക്കെ എനിക്ക് അതാ വേണമെന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നിട്ട് റബ്ബ് പറയുന്നത് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ, അത് ഈ ദുനിയാവിലുള്ള ജീവിതത്തിന് ആവശ്യമായ വസ്തുക്കളാണ് കേട്ടോ. ഈ ദുനിയാവിൽ ജീവിക്കാതെ ഒരു മനുഷ്യൻ ആഖിറത്തിലെത്താൻ കഴിയില്ല. അപ്പൊ ആഖിറത്തിലേക്ക് പോകുന്ന മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കണം. അപ്പൊ ജീവിക്കുമ്പോൾ ജീവിതത്തിന് ആവശ്യമായ വസ്തുക്കളും ചരക്കുകളും വേണം. എങ്കിലേ മനുഷ്യന് ഈ ഭൂമിയിൽ ഇബാദത്തെടുക്കാൻ കഴിയൂ, എങ്കിലേ മനുഷ്യന് ഇൽമ പ്രചരിപ്പിക്കാൻ കഴിയൂ, എങ്കിലേ ഇൽമ പഠിക്കാൻ കഴിയൂ, എങ്കിലേ ഇവിടെ അല്ലാഹുവിന്റെ ദീന നിലനിർത്താൻ കഴിയൂ. അതുകൊണ്ട് ഈ ഭൂമി ലോകത്ത് ആവശ്യമായ വസ്തുക്കളാണ് അവകൾ. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്,
പക്ഷേ ഇവിടെയുള്ള ഒട്ടകങ്ങളിലോ ഇവിടെയുള്ള കുതിരകളിലോ ഇവിടെയുള്ള ലോറികളിലോ ഇവിടെയുള്ള പ്ലെയിനുകളിലോ ഇവിടെയുള്ള ട്രെയിനുകളിലോ ഇവിടെയുള്ള കാറുകളിലോ ഇവിടെയുള്ള മറ്റ് വാഹനങ്ങളിലോ ഇവിടെയുള്ള കൃഷികളിലോ ഇവിടെയുള്ള മറ്റ് സ്വർണത്തിലും വെള്ളിയിലുമോ നിങ്ങൾ ലയിച്ചു പോകണ്ട. നിങ്ങൾക്കൊരു നല്ല മടക്കമുണ്ട്. അത് അല്ലാഹുവിന്റെ അടുക്കലേക്കുള്ള മടക്കമാണ്. അതുകൊണ്ട് ഏത് കാര്യവും അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അതിനുപകാരപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനാണ് പരിശ്രമിക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നല്ല മടക്കമുണ്ട് കേട്ടോ. പരിശുദ്ധ ഖുർആൻ പറയുന്നു. സഹോദരന്മാരെ, ഈ വിഷയം പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു കുതിരകളെ എടുത്ത് സത്യം ചെയ്തു. കുതിരകളെ മുൻനിർത്തിയിട്ട് അല്ല സത്യം ചെയ്തു. എന്താ കുതിരകളെ മുൻനിർത്തിയിട്ട് അല്ല സത്യം ചെയ്യാൻ കാരണം? ഇസ്ലാമിന്റെ പ്രവർത്തനം ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വാഹനമാണ് കുതിര. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും കുതിരപ്പുറത്ത് സവാരി ചെയ്തിട്ടല്ലേ ദീൻ ഇവിടെ നിലനിർത്തിയിട്ടുള്ളത്. കുതിരപ്പുറത്ത് സമരം ചെയ്തിട്ടല്ലേ ദീൻ ഇവിടെ നിലനിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? വൽആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅഥർന ബിഹി നഖാ ഫവസത്ന ബിഹി ജംആ. എന്താണ് അല്ലാഹു പറയുന്നത്? യുദ്ധവേളയിൽ ചാടിക്കൊണ്ടിരിക്കുന്ന കുതിരകളെ തന്നെയാണ് സത്യം. യുദ്ധവേളയിൽ ചാടിക്കൊണ്ട് പോരാട്ടം നടത്തുന്ന കുതിരകളെ തന്നെയാണ് സത്യം. അതിന്റെ ശബ്ദമുണ്ടല്ലോ, അതിന്റെ ഞരക്കമുണ്ടല്ലോ, അതിന്റെ മൂളക്കമുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ നിന്നുള്ള ശബ്ദമുണ്ടല്ലോ. ആ ശബ്ദത്തോടുകൂടെ ചിരിപ്പാഞ്ഞി വരുന്ന കുതിരകൾ ഫൽമൂരിയാതി ഖദ്ഹാ, കൽഭൂമിയിലൂടെ ചാടിച്ചാടി ദീനീ പ്രവർത്തകരെയും വഹിച്ച് ദീനിന്റെ പ്രവർത്തകന്മാരെയും പുറത്തു വഹിച്ചിട്ട് അത് ആ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ആ കുതിരകൾ ഓടിച്ചാടുന്ന സമയത്ത് കല്ലിൽ നിന്ന് തീപ്പരി വാറ്റുന്ന കുതിരയാണ്. അത്രയും സ്പീഡിൽ പോകുന്ന തീപ്പരി വാറ്റുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഫൽമുഗീറാതി സുബ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ. അങ്ങനെ ദീനിന്റെ ശത്രുക്കൾക്കിടയിൽ അത് ആ രാത്രി സമയത്ത് ഓടിക്കതച്ച് അതിരാവിലെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ദീനിന്റെ ശത്രുക്കളെ നേരിടാനും അവരുടെ സാമ്പത്തിക ശേഷി തകർക്കാനുമൊക്കെ അവിടേക്ക് ഓടിച്ചെല്ലുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഫഅഥർന ബിഹി നഖാ. ശത്രുക്കളുടെ മുന്നിലേക്ക് അതേ വളരെ ശക്തിയായ പൊടിവാറ്റിക്കൊണ്ട് പോയി ഓടിക്കൊണ്ടിരിക്കുന്ന കുതിര ആ പൊടികൾക്കിടയിലൂടെ ശത്രുക്കളുടെ മുന്നിൽ പോയി ഫവസത്ന ബിഹി ജംആ. അവിടെ ശത്രുക്കളുടെ മുന്നിൽ പൊടിവാറ്റി വന്ന കുതിരകൾ, ദീനീ പ്രവർത്തകന്മാരെയും ചുമന്നു വന്ന കുതിരകൾ, ആ കുതിരകൾ അവിടെ പോയി നിൽക്കുന്നു. ആ കുതിരകളെ തന്നെയാണ് സത്യം. സുബ്ഹാനല്ലാഹ്. കുതിരക്കെന്തൊരു ആത്മാർത്ഥതയാണ്! ദീനീ പ്രവർത്തനಕ್ಕೆ കുതിരക്കെന്ത് ആത്മാർത്ഥതയാണ്! അതിന്റെ ഓട്ടം എന്താണ്? അതിന്റെ ചാട്ടം എന്താണ്? അതിന്റെ തീപ്പരിവാറ്റൽ എന്താണ്? കാരണം ദീനിവിടെ നിലനിർത്തുമെന്നതിന് ആത്മാർത്ഥമായ പരിശ്രമത്തിലാണ് ആ കുതിര സഹോദര. പക്ഷേ കുതിരയുടെ വിവരമില്ലാത്തൊരു കക്ഷികളില്ലേ? ആരാണത്? ഈ കുതിരയെ സംബന്ധിച്ച് ബോധമില്ലാത്തവർ, കുതിരയുടെ ചിന്തയുമില്ലാത്തവർ. അവരെ സംബന്ധിച്ച് ഖുർആൻ ഉടനെ പറയുകയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അതേ, വിശ്വാസമില്ലാത്ത, പടച്ച റബ്ബിനോട് നന്ദിയില്ലാത്ത, ദീനീ പ്രവർത്തനം എന്താണെന്നറിയാത്ത, എങ്ങനെയാണെന്നറിയാത്ത ചില മനുഷ്യന്മാരില്ലേ? അവിശ്വാസികളും ദുർമാർഗികളുമായ മനുഷ്യർ. ലകനൂദ്. അവര് നന്ദി കെട്ടവരാണ് കേട്ടോ.
ഈ കുതിരകൾക്ക് എന്നെ എന്തിന് പടച്ചു എന്ന ബോധമുണ്ട്. ഈ കുതിര ദീനീ പ്രവർത്തന രംഗത്ത് പ്രവർത്തകന്മാരുടെ കൂടെ മുന്നിലുണ്ട്. ചാടി വീഴാനുണ്ട്, പൊടിവാറ്റാനുണ്ട്, അതേ തീപ്പൊരി വാറ്റാൻ ഈ കുതിരയുണ്ട്. പക്ഷേ ഈ കുതിരയുടെ വിവരം പോലുമില്ലാതെ, ദീനീ പ്രവർത്തനത്തെ സംബന്ധിച്ച് ചിന്തയില്ലാതെ, പ്രവർത്തിക്കുന്നവരെ പിന്തുണക്കണമെന്ന ചിന്തയില്ലാതെ, പ്രവർത്തിക്കുന്നവരുടെ കൂടെ ഞാനും കൂടണമെന്ന ചിന്തയില്ലാതെ, പ്രവർത്തിക്കുന്നവരെ ഞാൻ എവിടെയും എത്തിച്ചു കൊടുക്കാൻ എന്റെ പരിശ്രമം നടത്തണമെന്ന ചിന്തയില്ലാതെ, ദീനിന്റെ പ്രവർത്തനത്തെക്കുറിച്ചോ റബ്ബിന് നന്ദി ചെയ്യേണ്ടതിനെ കുറിച്ചോ ചിന്തയില്ലാതെ ജീവിക്കുന്ന അവിശ്വാസി, ആ അവിശ്വാസി വളരെ നന്ദി കെട്ടവൻ തന്നെ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അതിന് അവൻ തന്നെ സാക്ഷിയാണല്ലോ. അവൻ ചെയ്യേണ്ടതൊന്നും ചെയ്യുന്നില്ലല്ലോ, ചിന്തിക്കേണ്ടതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ, പ്രവർത്തിക്കേണ്ടതൊന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ. അവൻ തന്നെ അതിന് സാക്ഷിയല്ലേ. അവൻ അല്ലാഹുവിന് നന്ദി ചെയ്യാത്തവനാണെന്നതിന് ഈ കുതിരകളുടെ നന്ദിയെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? പിന്നെയും പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അല്ലാഹുവിന് നന്ദി ചെയ്യണമെന്ന് ബോധമില്ലാത്ത മനുഷ്യൻ, അവൻ സമ്പത്തിനോട് അങ്ങേയറ്റത്തെ മോഹമുള്ളവനാണ്. അവന് സമ്പത്ത് എന്തിനാണെന്നറിയില്ല, സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണമെന്നറിയില്ല, സമ്പത്ത് ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയില്ല, ഇതിന്റെ പ്രയോഗം എന്താണ്, ഉപയോഗം എന്താണെന്നറിയില്ല, ഞാനിവിടെ ജീവിക്കുന്നത് എന്തിനാണെന്നറിയില്ല. അവന് മുന്നിലൊരു മരണമുണ്ടെന്ന ചിന്തയില്ല. എന്റെ സൃഷ്ടാവിന് ഞാൻ എന്റെ ശരീരവും സമ്പത്തും സമർപ്പിക്കണമെന്ന ചിന്തയില്ല. ആ മനുഷ്യൻ അങ്ങേയറ്റത്തെ സ്നേഹത്തിൽ സമ്പത്തിനെയും പ്രിയം വെച്ച് നടക്കുകയാണ്. അഫലാ യഅലമു ഇദാ ബുസിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ഖബീർ. അവൻ അറിയുന്നില്ലേ, ഇത് അബ്സിറ മാ ഫിൽ ഖുബൂർ. വലിയ പണം സമ്പാദിച്ചവർ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? വലിയ പണക്കാര് കഴിഞ്ഞു പോയിട്ടില്ലേ? വലിയ വലിയ ആൾക്കാരൊക്കെ കഴിഞ്ഞു പോയിട്ടില്ലേ? അങ്ങനെ എല്ലാവരും ഖബറിലേക്ക് നീങ്ങുന്നില്ലേ? നീങ്ങിയിട്ടില്ലേ? ഇനിയും പലരും നീങ്ങാനിരിക്കുന്നില്ലേ? ഇവനും നീങ്ങാൻ പോകുന്നവനല്ലേ? ആ ഖബറിൽ നിന്നെല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുവരുന്നൊരു ദിവസം, ആ ദിവസത്തെക്കുറിച്ച് അവൻ ആലോചിക്കുന്നില്ലേ? ഈമാനുള്ളവന്റെ മനസ്സുണ്ട്, സത്യനിഷേധമുള്ളവന്റെ മനസ്സുണ്ട്, അഹങ്കാരമുള്ളവന്റെ മനസ്സുണ്ട്, താഴ്മയുള്ളവന്റെ മനസ്സുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിലുള്ളതെന്താണെന്ന് മുഴുവനും വെളിച്ചത്ത് വരുന്ന ഒരു ദിവസം വരാനില്ലേ? വളരെ തിരക്കിട്ട് പോകേണ്ട മനുഷ്യൻ വളരെ സ്പീഡിൽ പോകുന്ന കാറിൽ കയറി പോകുമ്പോ ഗീബത്തും പറഞ്ഞിരുന്നവനില്ലേ, കുറ്റം പറഞ്ഞവനില്ലേ? ഓരോരുത്തരുടെയും മനസ്സിലെ നീയത്തെന്താണെന്ന് അറിയുന്നൊരു രാജാവിന്റെ മുമ്പിൽ അതാ ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസമില്ലേ? ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ഖബീർ. ഓരോരുത്തരെ സംബന്ധിച്ചും അവരവരുടെ നാഥനും രക്ഷിതാവുമായ അല്ലാഹു നന്നായി അറിയുന്നവനാണ് കേട്ടോ. ഓരോരുത്തരുടെ വാക്കും അവനറിയാം, ഓരോരുത്തരുടെ ഉദ്ദേശവും അവനറിയാം, ഓരോരുത്തരുടെ പ്രവർത്തനവും അവനറിയാം. അവനെ നന്നായി അറിയുന്നവനാണ് കേട്ടോ. നമ്മൾ സാധാരണ ഓതി വരുന്ന വല്ലാദിയാറ്റ് സൂറത്താണ് സഹോദരന്മാരെ ഞാൻ അല്പമൊന്ന് വിവരിച്ചത്. അപ്പോൾ നിങ്ങൾ കണ്ടോ, അവിടെ ദീനീ പ്രവർത്തനത്തിനുതകുന്ന ശക്തിയുള്ള കുതിര, ആ കുതിരകളെ അല്ലാഹു തആല അടിക്കടി പറഞ്ഞ് സത്യം ചെയ്ത് എടുത്തു പറയുകയാണ്. അല്ലാഹു കുതിരയെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. കാരണം ആ കുതിരക്ക് മഹത്വമുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ ലോകത്ത് അവൻ പടച്ച സ്വത്തുക്കൾ, ആ സ്വത്തുക്കൾ വിനിയോഗിക്കപ്പെടുന്നത് എന്തിനാണ്, വിനിയോഗിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അത് നോക്കിയിട്ട് വേണം സമ്പത്തിനെ കുറിച്ച് പറയാൻ. സമ്പത്ത് മൊത്തത്തിൽ മോശമല്ല, സമ്പത്ത് വിലയുള്ള സംഗതിയാണ്, അത് വേണ്ടത് തന്നെയാണ്, അതിനധ്വാനിക്കേണ്ടതാണ്, അത് സമ്പാദിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ഇനി സഹോദരന്മാരെ ഞാൻ പറയട്ടെ, അതാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ഉള്ള സ്വത്തുക്കളൊക്കെ അങ്ങ് നശിപ്പിച്ചിട്ട് നിങ്ങളുടെ പിൻതലമുറയിൽ വരുന്ന സ്വത്തിന്റെ അവകാശികളായ മക്കൾക്ക് മക്കൾക്കൊന്നും ഉണ്ടാക്കി വെക്കാതെ, മക്കൾക്കൊന്നും തന്നെ ഇല്ലാതെ നിങ്ങൾ ഉള്ളതെല്ലാം അങ്ങ് കൊടുക്കണമെന്ന് അവിടുന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് കാണാം, സഹീഹുൽ ബുഖാരി മറിച്ച് നോക്കിയാൽ അതിന്റെ 2742 നമ്പർ ഹദീസ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പഠിപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ രോഗം കാണാൻ ചെന്നതാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്താ ചോദിക്കുന്നത്? ഉസീ ബിമാലി കുല്ലി, എന്റെ സ്വത്ത് മുഴുവനും ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വസിയ്യത്ത് ചെയ്യട്ടെ നബിയെ? സാധുക്കൾക്ക് കൊടുക്കാനോ, പള്ളിക്ക് നൽകാനോ, മദ്രസക്ക് നൽകാനോ, അങ്ങനെയൊക്കെ മരിക്കുന്നതിന് മുമ്പ് രോഗികൾ വസിയ്യത്ത് ചെയ്യാറില്ലേ? ഞാൻ എന്റെ സ്വത്ത് മുഴുവനും വസിയ്യത്ത് ചെയ്യട്ടെ നബിയെ? കാല, അവിടുന്ന് പറഞ്ഞില്ല, വേണ്ട. കൊൽത്തു, സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഫസ്തറ, ഞാൻ എന്റെ ഉള്ള സ്വത്തിന്റെ പകുതി ഞാൻ വസിയ്യത്ത് ചെയ്യട്ടെ? കാലല, വേണ്ട. പിന്നെയും ചോദിക്കുന്നു, കൊൽത്തു വസ്സുലുസ, എന്റെ സ്വത്തിന്റെ 1/3 ഞാൻ വസിയ്യത്ത് ചെയ്യട്ടെ? അപ്പോഴവിടുന്ന് ഫസ്സുലുസു വസ്സുലുസു കസീർ, 1/3 നീ വസിയ്യത്ത് ചെയ്തോ, അത് ധാരാളമാണ്. ഇന്നക അൻതദ അവറസതക അഗ്ലിയാ ഖൈറും മിൻ അൻതദാഹും ആലതൻ യതകഫഫൂന الناس في ايديهم, നീ നിന്റെ അനന്തരക്കാരായ മക്കളെ, നീ നിന്റെ അനന്തരക്കാരായ കുടുംബക്കാരെ അവർക്കൊന്നുമില്ലാത്ത നിലയ്ക്ക് നീ കൈയൊഴിക്കുകയല്ല വേണ്ടത്, മറിച്ച് അവർക്ക് ഐശ്വര്യമുള്ള നിലക്ക് നീ അവരെ കൈയൊഴിച്ചാൽ ഖൈറും മിൻ അൻതദാഹും ആലതൻ യതകഫഫൂന الناس في ايديهم, അവര് നിന്റെ മരണശേഷം നിന്റെ സ്വത്തവകാശികൾ പോയിട്ട് എനിക്കെന്തെങ്കിലും തരുമോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കുന്നൊരവസ്ഥയിൽ അവരെ ആക്കാതെ അവരെ ഐശ്വര്യത്തോടെ തന്നെ നീ നിലനിർത്തുന്നതാണ് ഖൈറ് കേട്ടോ. വഇന്നക മഹ്മാ അൻഫഖത മിൻ നഫഖത്തിൻ ഫഇന്നഹാ സദഖത്തുൻ ഹത്താ ലുഖ്മതു തർഫഉഹാ ഇലാ ഫിംറഅതിക, നിന്റെ സ്വന്തം ഭാര്യയ്ക്ക് നീ കൊടുക്കുന്ന ഭക്ഷണമില്ലേ, ആ ഭക്ഷണത്തിന്റെ ഒരു പൊതി അല്ലെങ്കിൽ ഒരു വാരൽ അത് അവളുടെ വായിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ അതും ഒരു സദഖയാണ്. സഅദേ, നിന്റെ ഭാര്യയ്ക്ക് നീ കൊടുക്കുന്ന ചെലവും ഒരു സദഖയാണ് സഅദേ. ഫഅസല്ലാഹു അൻ യർഫഅക ഫയന്തഫിയ ബിക നാസുൻ വയുദർറ ബിക ആഖറൂൻ. പക്ഷേ നിങ്ങൾ ഈ മരണത്തിൽ ഇപ്പങ്ങ് മരിക്കുമെന്ന് ബേജാറാകുന്നുണ്ടെങ്കിലും വസിയ്യത്ത് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ഞാൻ നിന്നോട് പറയാം, നിന്നെ അല്ലാഹു തആല ഉയർന്നൊരു സ്ഥാനത്തേക്ക് ഉയർത്തും. നിന്നെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടും, ഒരുപാട് ആളുകൾക്ക് നിന്നെ കൊണ്ട് ബുദ്ധിമുട്ടുമുണ്ടാകും, നല്ലവർക്ക് ഉപകാരം കിട്ടും, നിന്റെ എതിരാളികൾക്ക് നിന്നെ കൊണ്ട് ഇടങ്ങാറാണെന്ന് ഇങ്ങനെ തോന്നും. അങ്ങനെ നിനക്ക് പിന്നെയും ഭാവിയുണ്ട് സഅദേ. വലം യകുൽ ലഹു യൗമൈൻ ഇല്ല ബനത്തുൻ, അന്നൊരു പെൺകുട്ടി മാത്രമേ സഅദ് റളിയല്ലാഹു അൻഹുവിന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുള്ളൂ. അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. പെൺകുട്ടി മാത്രമാണെങ്കിൽ എന്റെ സ്വത്ത് മുഴുവനും അവകാശികൾക്ക് കൊടുക്കാതെ ഞാനത് മുഴുവനും അങ്ങ് കൊടുത്താലോ എന്ന് ചിന്തിക്കേണ്ടതില്ലെന്നല്ലേ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. കുറച്ചൊക്കെ അവകാശികൾക്കും കിടക്കട്ടെ, അവകാശികൾക്ക് ഐശ്വര്യമുണ്ടാകുന്ന നിലക്ക് നീ അവിടെ ബാക്കി വെക്കുന്നത് ഖൈറാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ സഹോദരന്മാരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അപ്പൊ സമ്പത്ത് എന്ന് പറയുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് എങ്ങനെ സമ്പാദിക്കണം, അതിനെല്ലാം കൃത്യമായ നിയമം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലുണ്ട്. അത് പരിശുദ്ധ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഗീബത്ത് പറയും, വെറുതെ ഗീബത്ത് പറയും. നമ്മൾ ആഖിറത്ത് നഷ്ടപ്പെടുത്തരുത്. ഒരു വലിയ മുതലാളി, അയാൾക്ക് എറണാകുളത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ മംഗലാപുരത്ത് കച്ചവടമാണ്, അയാൾക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്, അയാൾ നാദാപുരത്തേരനാണ്. ഞാൻ ഉദാഹരണം പറയാൻ, അദ്ദേഹത്തിന് ദിവസേന മംഗലാപുരത്തേക്ക് കാറിന് പോകണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദിവസേന എറണാകുളത്ത് പോകണം. അയാൾ നല്ല കാറ് വാങ്ങി അത് ശരിക്ക് തുടച്ച് വൃത്തിയാക്കി വെക്കുമ്പോൾ വേണമെങ്കിൽ നമ്മളിങ്ങനെ പറയും, ഓ അയാളൊരു ദുന്യാവിന്റെ സ്നേഹം നോക്ക്, അയാൾ പണി നോക്ക്. ഓ മനുഷ്യ, വെറുതെ നിന്റെ ആശ്രയം കളയണ്ട, ആ മുതലാളിക്ക് അങ്ങനത്തെ ഒരു കാർ ആവശ്യമാണ്.
എനിക്കും നിനക്കും തൊട്ടടുത്ത വീടിയെ പോയാൽ മതി, അങ്ങനത്തെ ഒരു സൈക്കിൾ ഉണ്ടായാൽ മതി, നടന്നു പോയാൽ മതി. അവരോ സൈക്കിൾ വേണ്ട, നടന്നു പോയാൽ മതി. പക്ഷെ അയാൾക്ക് അങ്ങനത്തെ ഒരു ആവശ്യമാണ്. അങ്ങനെ ആവശ്യമുള്ളവരെ സംബന്ധിച്ച് നമ്മൾ പറയാൻ പാടില്ല. ഒരുപാട് ബിസിനസ് ഉള്ള ഒരാൾ, കേരളക്കാരനാണ്, ഞാൻ ഉദാഹരണം പറയാം, കേരളത്തിലുള്ള ഒരാളാണ്, അയാൾ വലിയ ബിസിനസ് ഉള്ള ആളാണ്, അയാൾ ഒരു ഹെലികോപ്റ്റർ വാങ്ങി, അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലെയിൻ തന്നെ വാങ്ങി. അപ്പോഴേക്ക് നമ്മൾ അയാൾ അങ്ങനെ പറയണ്ട, നമ്മളെ ആഹാരം നമ്മൾ നഷ്ടപ്പെടുത്തണ്ട, അയാൾക്കത് ആവശ്യമായിരിക്കും. നമ്മളെല്ലാവരെ പറ്റി നല്ലതേ വിചാരിക്കാവൂ. പക്ഷേ നമുക്കൊരു സ്വഭാവം എപ്പോഴും മോശം വിചാരിക്കും എന്നുള്ളൊരു സ്വഭാവം, സാധാരണ മനുഷ്യന്മാർക്കുള്ള സ്വഭാവം എപ്പോഴും മോശമായിട്ടേ വിചാരിക്കുള്ളൂ. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ച മുഖായാലും നിങ്ങൾക്കറിയില്ലേ, എല്ലാവരെ പറ്റിയും നല്ല വിചാരിക്കണമെന്നല്ലേ നമ്മളെ പഠിപ്പിച്ചത്? എത്രത്തോളം? ഒരു ചെറിയ മസല പറയാനാണ്. ഒരു നായ ഒരു പാത്രത്തിൽ വന്ന് മുഖം അങ്ങട്ടിട്ടു. ആ മുഖമിട്ട നായ മുഖം പൊക്കി നോക്കുമ്പോ അതിന്റെ മുഖത്ത് നനവ് കാണുന്നുണ്ട്. ആ പാത്രത്തിൽ ഉള്ള വെള്ളത്തിൽ ഇത് മുഖം കുത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല, അത് പാത്രത്തിൽ നിന്ന് മുഖം പൊക്കുന്നതാണ് നമ്മൾ കണ്ടത്. നോക്കുമ്പോൾ നനവുണ്ട്. എന്നാൽ ആ പാത്രത്തിലെ വെള്ളം നജസാണോ? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയും നജസല്ല. അതിന്റെ കാരണം ആ നായനെ പറ്റി നല്ല വിചാരിക്കണം. ആ നായനെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കണം. അതിനാണ് ആ നായ അതിൽ വെള്ളം മുഖം കുത്തിന്ന് വിചാരിക്കുന്നത്. അത് മുഖം കുത്താൻ വേണ്ടി പോകുമ്പോൾ തന്നെ നമ്മളെ കണ്ടുകൊണ്ട് മുഖം കുത്താതെ നമ്മളെ വെള്ളാതെ മനസ്സിലാക്കി ഇങ്ങോട്ട് മാറിയാന്ന് വിചാരിച്ചാൽ പോരെ. അത് കുത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഏത് നായനെ പറ്റിയും നല്ല വിചാരിക്കണമെന്നല്ലേ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത്? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പൂച്ച. നമ്മളെങ്കിലും മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കണം. ഒരു പൂച്ച, ആ പൂച്ച ഒരു എലിയെ പിടിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു മസാല പറയാൻ, ഒരു എലിയെ പിടിച്ചു, അല്ലെങ്കിൽ ഒരു നെജസ് എലിയെ പിടിച്ചാൽ എലിയിൽ പിടിച്ചു തിന്നുമ്പോ എലിന്റെ രക്തവും മറ്റൊക്കെ അതിന്റെ തൊള്ളയിലായില്ലേ? അങ്ങനെ ഒട്ടാകെ നെജസായി, തൊള്ളയിൽ നെജസായി ഒരു എലി, ഒരു പൂച്ച. ആ പൂച്ച നമ്മളെ ഇവിടുന്ന് ഒരു എലിയെ പിടിച്ച് കൊന്ന് അത് ചാപ്പട്ട ആ പൂച്ച ഇവിടുന്ന് അങ്ങോട്ട് പുറത്തുപോയി കുറെ അങ്ങോട്ട് പോയി. അങ്ങോട്ട് കുറെ കുളമുണ്ട്, കുറെ പുഴയുണ്ട്, അല്ലെങ്കിൽ തോടുണ്ട്, വലിയ വയലിൽ വെള്ളമുണ്ട്. അങ്ങനത്തെ സ്ഥലത്തേക്ക് പൂച്ച പോയി. കുറെ കഴിഞ്ഞിട്ട് ആ പൂച്ച മടങ്ങി വന്നിട്ട് നമ്മളെടുക്കലുള്ള ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഈ പൂച്ച മുഖം കുത്തിയാൽ നമ്മൾ എന്ത് വിചാരിക്കണം? അത് പോയ സമയത്ത് മുഖം കഴുകിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അത് പോയ സമയത്ത് ആ വയലിന്നോ കുളത്തുനിന്നോ അല്ലെങ്കിൽ പുഴയുന്നോ അതിന്റെ മുഖം കഴുകിയിട്ടുണ്ടാവും നമ്മൾ വിചാരിച്ചേക്കണം. നമ്മളെ ഈ വെള്ളം നേസാവൂല, കാരണം മൂപ്പർക്കെന്തേ പോയ സമയത്ത് കഴുകിയിട്ട് വന്നു. അപ്പൊ പൂച്ചനെ പറ്റി നല്ല വിചാരിക്കണം, നായനെ പറ്റി നല്ല വിചാരിക്കണം. ഇങ്ങനെ പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. പക്ഷെ എല്ലാ മനുഷ്യന്മാരെയും അവസ്ഥ നിങ്ങളല്ലോ. എല്ലാം ഞാൻ പറഞ്ഞ അർത്ഥം ആ ബസ്സിൽ ആരും ഇല്ല എന്ന് പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ട് കണ്ടക്ടറും ക്ലീനറും ഡ്രൈവറൊന്നും ഇല്ലാന്നല്ല, അതുപോലെ പറഞ്ഞതാണ്. ഈ ഏകദേശ മനുഷ്യന്മാരുടെ സ്വഭാവം മറ്റുള്ളവരെ സംബന്ധിച്ച് മോശമായതേ ധരിക്കൂ. അതിൽ നിന്ന് നമ്മുടെ മനസ്സ് നന്നാക്കാത്ത കാലത്തോളം സഹോദരാ ആഖിബത്ത് നന്നായി മരിക്കൂല കേട്ടോ, ആഖിറം രക്ഷപ്പെടൂല കേട്ടോ. ഏത് മുഅ്മിനെ സംബന്ധിച്ചും നല്ലത് ചിന്തിക്കണം. നിങ്ങൾ കണ്ടോ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, അതിനേക്കാൾ വലിയൊരു പണക്കാരനുണ്ടോ? അതിനേക്കാൾ വലിയൊരു ഭരണാധികാരിയുണ്ടോ? അതിനേക്കാൾ വലിയ സ്ഥാനം, ഭൗതികമായ സ്ഥാനം ഇവിടെ അല്ലാഹു തആല കൊടുത്ത ഒരു മഹാനുണ്ടോ? മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ? വഹബ്നാ ലിദാവൂദ സുലൈമാന നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുലൈമാൻ എന്ന മകനെ കൊടുത്തു നമ്മൾ. ആരാണ് സുലൈമാൻ അലൈഹിസ്സലാം? നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, വളരെ നല്ല അടിമ, അല്ലാഹുവിന്റെ അടിമകളിൽ വളരെ നല്ല അടിമ. ഇന്നഹു അവ്വാബ്, ധാരാളമായി അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങുന്ന അടിമ. എന്നിട്ട് അല്ലാഹു പറയുന്ന സംഭവം എന്താണ്? ഇത് അലൈഹി ബിൽ അസിയ്യി സാഫിനത്തുൽ ജിയാദ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ എ ക്ലാസ് കുതിരകളെ കൊണ്ടുവന്ന് ഹാജരാക്കപ്പെടുന്ന വൈകുന്നേരം. എ ക്ലാസ് കുതിരകൾ, ബഹുമാനപ്പെട്ടവർ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി അതേ കുതിര സവാരി ചെയ്തുകൊണ്ട് ദീനീ പ്രവർത്തനം നടത്താൻ, ദീനിന് വേണ്ടി പടപൊരുതാൻ കുതിരകൾ ഉണ്ടാവുക എന്നത് നല്ലതാണല്ലോ. അങ്ങനെ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി അതാ നല്ല കുതിരകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്താൻ പറഞ്ഞിട്ടുണ്ട്. കുതിരകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തുകയും അതിനാവശ്യമായ എന്തും കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുമുണ്ടല്ലോ. അങ്ങനെ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി വെച്ച കുതിരകൾ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുതിരകൾ, ആ കുതിരകളെ കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്. ഖുർആൻ പറയുന്നത് ഫഖാല ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈരി അൻ ദിക്രി റബ്ബി ഹത്താ തബാറത് ബിൽ ഹിജാബ്.
ഈ ആയത്തിന്റെ തഫ്സീർ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അഹബ്ബതു ഹബ്ബി ലിഹാദിഹിൽ ഖൈലി, ഈ കുതിരയെ ഞാൻ ശരിയായ നിലക്ക് സ്നേഹിച്ചിരിക്കുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം പറയാണ്, എന്താ കാരണം? ബിമഅന അന്ന ഹാദിഹിൽ മഹബ്ബത ശദീദത ഇന്നമാ ഹസലത് അൻ ദിക്രില്ലാഹി വഅംദിഹി ലാ അൻ ശഹവതി വൽ ഹവാ. എന്റെ ഈ കുതിരകളെ ഞാൻ ശരിക്ക് സ്നേഹിച്ചിരിക്കുന്നു. കുതിരയെ സ്നേഹിക്കുന്നതിന് ഞാൻ പ്രിയം വെച്ചിരിക്കുന്നു. എന്താ കാരണം? അൻ ദിക്രില്ലാഹ്, ഇത് അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരമുള്ള സ്നേഹമാണ്. അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരമുള്ള എന്റെ പ്രിയമാണ്. ഇതിനെ ഞാൻ പ്രിയം വെക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്, അള്ളാഹുവിലുള്ള ഓർഡർ പ്രകാരമാണ്. തൗറാത്തിൽ നിന്നും മറ്റും കിട്ടിയിട്ടുള്ള വിവരമനുസരിച്ചാണ്. എന്താണ്? തൗറാത്തിലും മറ്റും പറഞ്ഞിട്ടുണ്ടല്ലോ, കുതിരകളെ പോറ്റി വളർത്തി ആ കുതിരപ്പുറത്ത് സവാരി ചെയ്ത് ദീനീ പ്രവർത്തനം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനുവേണ്ടി തന്നെയല്ലേ എന്റെ കുതിര എന്റെ ദീനീ പ്രവർത്തനത്തിന് വേണ്ടിയുള്ളതല്ലേ? അതുകൊണ്ട് ആ കുതിരയെ ഞാനൊന്ന് നോക്കട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ദിക്റിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തനത്തിലുള്ള കുതിരകൾ അതിനെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് അതിങ്ങനെ നോക്കുന്നു. ഹത്താ തവാറത്ത് ബിൽ ഹിജാബ്, അങ്ങനെ നോക്കുന്ന സമയത്ത് കുതിര ഇങ്ങനെ മുന്നോട്ട് അതാ അടിയടിയായി നീങ്ങുകയാണ്. അതിന്റെ കൊളമ്പടി ശബ്ദത്തോടെ അതിങ്ങനെ നീങ്ങുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, റുദ്ദൂഹ, ആ കുതിരകളെ ഒന്നുകൂടി എന്റെ മുന്നിലേക്ക് കൊണ്ടുവരൂ, ഞാനൊന്നുകൂടി നന്നായി ഒന്ന് പരിശോധിക്കട്ടെ. റുദ്ദൂഹ അലയ്യ, എന്റെ അടുക്കലേക്ക് ആ കുതിരകളെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരൂ. എന്നിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ആ കുതിരകളുടെ കഴുത്തിനും അതുപോലെ തന്നെ അതിന്റെ കാലിനും തടവിക്കൊടുക്കുകയാണ്. ഏത് കുതിര? അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള കുതിര, അത് അള്ളാഹുവിന്റെ ദിക്റിന് വേണ്ടിയുള്ള കുതിരയാണ്. അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ആ കുതിരയുടെ കഴുത്തിൽ ഇങ്ങനെ തടകിക്കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിന്റെ കാലിന് തടകുകയാണ്. വല്ല രോഗവുമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. വല്ല ട്രീറ്റ്മെന്റും വേണോ എന്ന് നോക്കുകയാണ്. കുതിര ജോറുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുകയാണ്. അതേ ഒരു യുദ്ധത്തിന്റെ തലവനായ ക്യാപ്റ്റൻ, ആ ക്യാപ്റ്റൻ വാഹനങ്ങൾ പരിശോധിക്കൽ ആവശ്യമല്ലേ? അതുപോലെ തന്നെ ഒരു ക്യാപ്റ്റനായ മനുഷ്യൻ എല്ലാ രംഗവും ഇറങ്ങിച്ചെന്ന് നോക്കൽ ആവശ്യമല്ലേ? നേതാക്കൾക്ക് ഇതിൽ പാഠമാണ്. കാരണം നേതാക്കൾ കസേരയിൽ ഇരുന്നാൽ പോരാ, അവർ ഓരോ സ്ഥലത്തും അവരെ കണ്ടെത്തണം. സുബ്ഹാനല്ലാഹ്, ഒരു പള്ളിയുടെ പണിയെടുപ്പിക്കുന്ന കമ്മിറ്റിക്കാര്, ഒരു മദ്രസന്റെ പണിയെടുക്കുന്ന കമ്മിറ്റിക്കാര്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ദീനിന്റെ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നവര്, അവരവിടെ വന്നങ്ങിറങ്ങിപ്പോയാൽ പോരാ, ഓരോ സ്ഥലത്തും അവരെ കണ്ടെത്തണം, ഓരോന്നും പരിശോധിക്കണം. പണി കൃത്യമായി നടന്നു എന്ന് നോക്കണം. കേറ്റത് റെഡിയായോ ഇല്ലേന്ന് നോക്കണം. പെയിന്റ് ഇട്ടത് റെഡിയായോ ഇല്ലേന്ന് നോക്കണം. ടൈൽസ് ഒട്ടിച്ചത് റെഡിയായോ ഇല്ലേന്ന് നോക്കണം. ഇത് പഠിപ്പിക്കാനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഈ പ്രവർത്തനം. അല്ലാഹു ഖുർആനിൽ എടുത്തു പറയുന്നത്, ദീനീ പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട കുതിര, ആ കുതിരയെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അതിന്റെ കഴുത്തിന് തടകിക്കൊടുക്കുകയാണ്, അതിന്റെ കാലിന് തടകിക്കൊടുക്കുകയാണ്. എന്നിട്ട് ഈ കുതിരക്ക് വല്ല തകരാറുമുണ്ടോ എന്ന് സ്വന്തം തന്നെ പരിശോധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പഠിപ്പിക്കുന്ന കുട്ടികളുടെ പാഠം നോക്കാൻ പോലും മടിക്കുന്ന ചില അധ്യാപകന്മാരില്ലേ? അവനവൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പാഠം നോക്കാൻ പോലും മടിക്കുന്ന അധ്യാപകന്മാരില്ലേ? നിങ്ങളെ കൂട്ടത്തിൽ അത്തരക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മുതഅല്ലിമീങ്ങളെ കാലം കഴിഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ച് ചിന്തയില്ലാത്ത പല മുദരിസന്മാരും ഉണ്ടാകാറില്ലേ? ഓരോരുത്തരും പാഠം പഠിക്കാൻ വേണ്ടിയാണ് അല്ലാഹു ജല്ല ജലാലുഹു ഇതൊക്കെയും വെച്ചിട്ടുള്ളത്. ഏത് സ്ഥാപനം മാനേജ്മെന്റ് ചെയ്യുന്നവരും, ഏത് സ്ഥാപനത്തിന്റെ സെക്രട്ടറിമാരും, ഏത് സ്ഥാപനത്തിന്റെ പ്രസിഡന്റുമാരും, ഏത് സ്ഥാപനത്തിന്റെ പ്രവർത്തകന്മാരും, ഏത് സംഘടനയുടെ പ്രവർത്തകന്മാരും ദീനിന്റെ പ്രവർത്തനത്തിന് ഇറങ്ങിയവരാണോ, അവരെല്ലാ രംഗവും അവരുടെ കണ്ണിൽ പെടണം. എല്ലാ സ്ഥലവും അവർ ശ്രദ്ധിക്കണം. എല്ലാ സ്ഥലത്തും ഇറങ്ങി പ്രവർത്തിക്കണം എന്നത് പഠിപ്പിക്കുകയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ചരിത്രത്തിലൂടെ. ഇതെല്ലാം ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്റെ വകയിൽ എടുത്തു പറഞ്ഞേ ഉള്ളൂ. എന്നോടാർക്കും കംപ്ലൈന്റ് വേണ്ട. പണ്ഡിതന്മാര് പറഞ്ഞു ഞാൻ എടുത്തുദ്ധരിച്ചു എന്ന് മാത്രം. സഹോദരന്മാരെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? സമ്പത്ത് അതിന്റെ ഉദ്ദേശം ആഖിറമായിരിക്കണം. ഉദ്ദേശം അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം. അത് മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ സമ്പത്ത് ആവശ്യമാണ്. അത് സമ്പാദിക്കേണ്ടതാ, സംരക്ഷിക്കേണ്ടതാ. സമ്പത്തിനെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ് സമ്പത്ത് എന്ന ബോധം വേണം. ദീനിന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തുക?
അത് പറഞ്ഞല്ലോ, പൂർണ്ണമായി അങ്ങ് കൊടുക്കുക എന്നല്ലതിനർത്ഥം. വേണ്ടി വന്നാൽ ദീനിന് പൂർണ്ണമായും കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കും, ആവശ്യം വന്നാൽ കൊടുക്കും, ഇല്ലെങ്കിൽ ആവശ്യമുള്ളതനുസരിച്ച് കൊടുക്കും, ആവശ്യത്തിനനുസരിച്ച് ചെലവഴിക്കും. കാരണം ഒരു മുസ്ലിമായ മനുഷ്യൻ ഇന്ന സലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ സമർപ്പിച്ചവനാണ്. അപ്പൊ അല്ലാഹുവിന്റെ തൃപ്തിയുള്ളത് കൈകാര്യം ചെയ്യുമെന്ന ചിന്തയിലാണ് കൊണ്ടുപോകേണ്ടത്. ഇനി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതുകൊണ്ട് തന്നെയാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സാധാരണ ഉടുക്കുന്ന തുണി അഴിച്ചു വെച്ചിട്ട്, നമ്മളൊക്കെ കുളിക്കുന്ന സമയത്ത് സാധാരണ ഉടുക്കുന്ന തുണി അഴിച്ചു വെച്ച് ഒരു തോർത്ത് മുണ്ടുടുത്തിട്ട് കുളിക്കാറില്ലേ? അതുപോലെ കുളിക്കുന്ന സമയത്ത് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സമീപത്ത് സ്വർണത്തിന്റെ ജറാദുകൾ, സ്വർണത്തിന്റെ വെട്ടുകിളികൾ വന്നിങ്ങ് വീണു. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ സാധാരണ ഉടുക്കുന്ന തുണിയെടുത്തിട്ട് അതിൽ നിറയെ ഈ ജറാദിനെ പിടിച്ച് വാരിയിടുകയാണ്. അള്ളാഹു ചോദിക്കുന്നു, ഓ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിക്കുന്നു, അല്ലയോ അയ്യൂബ്, യാ അയ്യൂബ്, അലം അകുൻ അഗ്നൈതുക അമ്മാ തറാ, നിങ്ങളിങ്ങനെ ഉടുത്ത തുണിയിൽ ഈ പൊന്നിന്റെ ജറാദിറങ്ങിയപ്പോ അതിങ്ങനെ വാരിയിടേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഞാൻ ധാരാളം തന്നിട്ടില്ലേ? അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ മറുപടി, ബലാ വഇസ്സതിക, നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം അല്ലാ, വലാകിൻ ലാ ഗനാ ബി അൻ ബറകതിക, നിന്റെ ബറക്കത്തിനെ തൊട്ട് എനിക്ക് ഐശ്വര്യമില്ല അല്ലാ, നിന്റെ ബറക്കത്ത് ഇറങ്ങുമ്പോ ഞാൻ എന്തിന് വേണ്ടാന്ന് വെക്കണം? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടിയാണ് സഹീഹുൽ ബുഖാരിയിൽ നിങ്ങൾക്ക് ആ ഹദീസ് 279 നമ്പറായി കാണാം. അപ്പൊ സഹോദരന്മാരെ, അമ്പിയാക്കൾ, മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെയുള്ള അമ്പിയാക്കൾ ധനം സമ്പാദിച്ചിട്ടുണ്ട്, അതേ ധനത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. ഒരിക്കലും തന്നെ തെറ്റിദ്ധരിച്ചു പോകരുത്. കച്ചവടം ചെയ്യുന്നവരൊക്കെ മോശക്കാരാണ്, അല്ലെങ്കിൽ അതാ കൃഷി ചെയ്യുന്നവരൊക്കെ മോശക്കാരാണ്, പണക്കാരൊക്കെ മോശക്കാരാണ്, അങ്ങനത്തെ ഒരു ധാരണ ദരിദ്രന്മാരായ ആളുകളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അതുപോലെ അതിന് പോകാത്തവരുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ഒരുപക്ഷേ അവരെ ഖൽബ് നല്ലതാണെങ്കിൽ, അവരെ ദീനിനെ സഹായിക്കണമെന്ന ചിന്തയിലാണെങ്കിൽ, അവർ അല്ലാഹുവിന്റെ പൊരുത്തമതിലൂടെ സമ്പാദിക്കണമെന്ന ചിന്തയിലാണെങ്കിൽ, അവരും റബ്ബിന്റെ അടുക്കൽ ബഹുമാനമുള്ളവർ തന്നെയാണ് കേട്ടോ. ആരും ആരെയും നിസ്സാരപ്പെടുത്തേണ്ടതില്ല. മുസ്ലിയാരായ എനിക്കിങ്ങനെ തോന്നുക, കച്ചവടക്കാരൊക്കെ വളരെ മോശമാണെന്ന് തോന്നുക, അങ്ങനെ ഒരു തോന്നൽ വേണ്ട, ഒരു മനുഷ്യനും വേണ്ട. അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊടുക്കുന്നത് ആർക്കാണ്? അല്ലാഹു അവന്റെ ബറക്കത്ത് നൽകുന്നത് ആർക്കാണ്? അല്ലാഹു തആല ആരെയാണ് രക്ഷപ്പെടുത്തുന്നത്? അതിനെക്കുറിച്ച് ആർക്കും മുൻകൂട്ടി വിവരമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ച് അല്ലാഹുവിന്റെ അടിമകൾ പരസ്പരം സ്നേഹത്തിലും ബഹുമാനത്തിലും ആദരവിലും ജീവിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കേട്ടോ. പക്ഷേ ഞാൻ എന്റെ ബിസിനസ്സുകാരോട് പറയട്ടെ, അതുപോലെ കച്ചവടവും കൃഷിയുമായി ബന്ധപ്പെടുന്നവരോട് പറയട്ടെ, ജോലിയെടുക്കുന്നവരോട് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നു, ലാ യുബാലിൽ മർഉ മാ ഖദ മിൻഹു അമിനൽ ഹലാലി അം മിനൽ ഹറാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരു കാലം വരാനുണ്ട്, ആ കാലഘട്ടത്തിൽ ധനം സമ്പാദിക്കുന്ന കക്ഷികൾ ഹലാലിലൂടെയാണോ സമ്പാദിക്കുന്നത്, ഹറാമിലൂടെയാണോ സമ്പാദിക്കുന്നത് എന്നത് അല്പവും ചിന്തിക്കാതെ ജനം സമ്പാദിക്കുന്ന ഒരു കാലം വരാനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പൊ സഹോദരന്മാർ മനസ്സിലാക്കണം, നമ്മൾ ഏത് നയാക്കാസ് നമ്മളെ കയ്യിൽ വരുന്നുണ്ടെങ്കിലും അത് ഹലാലായ മാർഗത്തിലൂടെ മാത്രമേ വരാവൂ എന്ന നിർബന്ധം നമുക്ക് വേണം. അവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടേ ജീവിക്കാവൂ. തലബു കസ്ബിൽ ഹലാലി ഫരീളത്തുൻ ബഅദൽ ഫരീള. അതേ, വാസ്തവത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്നതും ജീവിതത്തിന് വഴിതേടുന്നതും ഒരു നിർബന്ധമായ കർമ്മമാണ്. യാചിക്കണമെന്ന് ആരോടും ഇസ്ലാം പറഞ്ഞിട്ടില്ല. യാചനയെ ഒരിക്കലും തന്നെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മറ്റൊരുത്തന്റെ കീശയിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ചിന്തിക്കാൻ പാടില്ല.
അതേ സമയത്ത് ഒരാൾ സ്നേഹ ബഹുമാനത്തോടെ വല്ലതും തന്നാൽ അത് സ്വീകരിക്കുന്നതിനൊരു കുഴപ്പവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹദിയ സ്വീകരിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഹദിയ കൊടുത്തപ്പോ സ്വീകരിക്കാൻ മടിച്ചപ്പോൾ മടിക്കേണ്ടതില്ല ഉമറെ, കിട്ടണമെന്ന് ചിന്തിച്ച് പോയി നിൽക്കണ്ട, അതുപോലെ തന്നെ ചോദിക്കണ്ട, തന്നാൽ വാങ്ങുന്നതിനൊരു കുഴപ്പവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹദിയ വാങ്ങുന്നതിന് കുഴപ്പമില്ല, ഹദിയ കൊടുക്കുന്നത് സൽക്കർമ്മവുമാണ്. പക്ഷേ ജോലിയെടുത്ത് ജീവിക്കാനല്ലേ ഇസ്ലാം പ്രചോദനം നൽകിയിട്ടുള്ളത്. ആ ജോലിയെടുത്ത് ജീവിക്കുക എന്നത് നമ്മുടെ സ്വഭാവമായിട്ട് ചെറുപ്പക്കാരെ നമ്മൾ ഉൾക്കൊള്ളണം. വിസയും കാത്തിരുന്നിട്ട് ഒരു ജോലിയും എടുക്കാതെ സമയം പോക്കിക്കളയുന്ന ധാരാളം ചെറുപ്പക്കാരില്ലേ? ഓ ചെറുപ്പക്കാരാ, വിസ വരുമ്പോൾ നമുക്ക് പോകാം, അതിന് മുമ്പുള്ള സമയം നമ്മൾ എന്തിന് വെറുതെ കളയണം? സമയം വെറുതെ കളയുന്ന നിലക്ക് ഒരു ജോലിയുമില്ലാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓപാലത്തിന്റെ മേലെ ഒന്ന് പോയിരുന്ന് സ്വറ പറയണമെന്ന് തോന്നുക. അങ്ങനെ സ്വറ പറയുമ്പോഴാണ് മറ്റൊരാൾ കഞ്ചാവ് കൊണ്ടുവരിക, അപ്പോഴാ തേറുത്തൻ കള്ളിന്റെ കുപ്പി കൊണ്ടുവരിക, അപ്പോഴാ സഹോദര ചിലപ്പോൾ ഡിസംബർ 6 എന്ന് നമുക്കൊന്ന് റോട്ടിന്റെ മേലെ കല്ലെടുത്ത് വെക്കാമെന്ന് പ്ലാൻ ചെയ്യുക. പാടില്ല. ഡിസംബർ 6-നും 5-നും 4-നും 6-നും 7-നും ഒരു ദിവസവും ജനങ്ങൾ യാത്ര ചെയ്യുന്ന റോഡ് ബന്ധാക്കാൻ പാടില്ല, ഒരു കാരണവശാലും പാടില്ല. സഹോദരാ, ഇസ്ലാമിന്റെ നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയല്ലാതെ അതിനപ്പുറം അതിര് കവിഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതം നമ്മുടെ ഒരു രംഗത്തും നമുക്കുണ്ടാകാൻ പാടില്ല. അധ്വാനിച്ച് ജീവിക്കാനാണ് കൽപ്പന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദൈഹി. അധ്വാനിച്ച് ജീവിക്കുന്നവനേക്കാൾ ഖൈറായ ഭക്ഷണം കഴിക്കുന്ന മറ്റൊരാളില്ല. അധ്വാനിച്ച് ജീവിക്കുന്നവനേക്കാൾ ഖൈറായ ഭക്ഷണം കഴിക്കുന്ന മറ്റൊരാളില്ല. വകാന നബിയുല്ലാഹി ദാവൂദ് യഅകുല മിൻ അമലി യദൈഹി. ദാവൂദ് നബി അലൈഹിസ്സലാം അധ്വാനിച്ച് ജീവിക്കുന്ന ആളായിരുന്നു. ഇതെന്തിനു പറഞ്ഞു? അധ്വാനിക്കാൻ പ്രചോദനം നൽകുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർക്ക് ഒരു ധാരണ, മൊയ്ലാമാരൊന്നും പണിയെടുക്കാത്തവരാണ്. ആ ധാരണ തെറ്റാണ് കേട്ടോ. അവരേറ്റവും മുന്തിയ ജോലി എടുക്കുന്നവരാണ്, അവർ ഇൽമു പഠിപ്പിക്കുന്നവരാണ്. അതിനേക്കാൾ വലിയൊരു ജോലി ലോകത്തില്ല. അതിന് കൂലി കൊടുക്കാൻ ലോകത്തിന് മുതലാളിക്കും സാധ്യവുമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ബി എന്ന അക്ഷരം പഠിപ്പിച്ചതിന് നിങ്ങൾ അമേരിക്ക മുഴുവനും കൊടുത്താൽ അതിന് പ്രതിഫലമാകുമോ? അത് കൊടുക്കാൻ കഴിവുള്ള ഒരു മുതലാളിയും ഇവിടെയില്ല. അതുകൊണ്ട് മദ്രസയിലെ മുഅല്ലിമീങ്ങളും പള്ളിയിലെ മുദരിസുമാരും ഇൽമു പഠിപ്പിക്കുന്നവരൊക്കെ ജോലിയെടുക്കാതെ ജീവിക്കുന്നവരാണെന്നൊരു ഹുങ്ക് വേണ്ട മോനെ. അതുപോലെ വേറെ ചില ആളുകളുണ്ട്. അതെന്താണ്? മുസ്ലിംമാർ കൊടുത്തില്ലേ, നമ്മൾ കൊടുത്തില്ലേ, മുസ്ലിംമാരൊക്കെ പട്ടിണിയായി പോകും, അങ്ങനെ ധരിക്കുന്ന ചില ഹുങ്കുകാരുണ്ട്. അങ്ങനെയും വേണ്ട. മന്നുൽ ജഹൂലി ബി അല്ലൈസലിൽ ഉലമാ ഇല്ലം അലൈഹിം മജുദ് ഫി ഹാലത്തിൽ വറദി. ചില ജാഹിലികൾക്കൊരു വിചാരമുണ്ട്. എന്താണ്? നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ മുസ്ലിംമാരൊക്കെ പട്ടിണിയായി പോകുമെന്നൊരു ധാരണ. അതിനെ സംബന്ധിച്ച് റസാനത്ത് പറയുകയാണ്, അതേ ആ വിചാരം ഏതുപോലെയാണെന്നറിയോ? ഇതിന്റെ ബാക്കി ظل النعيم بأن الزرع يفسد إن لم يحفظنه برد الطير والسهر. വെള്ളേരിപ്പന്തല്, അതുപോലെ പടവലത്തിന്റെ പന്തല്, അതുപോലെ കയപ്പകൃഷി നടക്കുന്ന സ്ഥലം, അവിടെയൊക്കെ ഒരു വൈക്കോല് കൊണ്ട്, ഉണക്ക് പുല്ലുകൊണ്ട് ഒരു മനുഷ്യനുണ്ടാക്കിയിട്ട് ഒരു കുപ്പായ ഒടിച്ചിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. എന്തിന്? ചിലപ്പോ എന്താ പൊട്ടിക്കണ്ണാന്ന് എഴുതിയും വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എടുത്തു വെച്ചിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. വേറെ വിഷയം. ജീവനുള്ള സാധനത്തിന്റെ രൂപം ഉണ്ടാക്കിയേക്കാൻ പാടില്ല. ചില ആളുകൾ, ചില നേതാക്കന്മാരെ രൂപം ഉണ്ടാക്കിയിട്ട് കത്തിക്കാറുണ്ട്. ഉണ്ടാക്കൽ ഹറാമ്, കത്തിക്കൽ ആവശ്യമാണ്. കത്തിച്ചുകൊണ്ട് നശിപ്പിക്കണമെന്നില്ല, അല്ലാത്തവർക്ക് നശിപ്പിച്ചാൽ മതി. അതേ സമയത്ത് ഒരു മഹാനെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി കത്തിച്ചാണെങ്കിൽ ആ വകയിൽ കുറ്റക്കാരനാവും. പക്ഷേ ജീവനുള്ള സാധനത്തിന്റെ രൂപം ഉണ്ടാക്കി വെക്കുന്നത് തെറ്റാണ്, നശിപ്പിക്കലല്ല തെറ്റ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ ഈ പറഞ്ഞ സാധനമുണ്ടല്ലോ, ഏത് സാധനം? ഈ വെള്ളേരി പന്തലിൽ വെക്കുന്ന സാധനം. ആ സാധനം ഇങ്ങനെ വിചാരിക്കാണ്, ഞാനിവിടെ ഇല്ലെങ്കിൽ ഒരൊറ്റ വെള്ളേരി ഉണ്ടാവൂല, ഞാനിവിടെ ഇല്ലേ ഒരൊറ്റ കയപ്പ ഉണ്ടാവൂല, ഞാനിവിടെ ഇല്ലേ ഒരൊറ്റ പടവലം ഉണ്ടാവൂല. ഈ വിഡ്ഢിത്തം പോലെയാണ് ആലിമീങ്ങളെ ജീവിതം. ഞങ്ങളെ കൊണ്ടാണെന്ന് വിചാരിക്കുന്ന വിവരം കെട്ടവരുടെ ചിന്തയെന്ന് റസാനത്ത് പറഞ്ഞില്ലേ? അത്തരത്തിലുള്ള ചിന്തയും ഒരു മനുഷ്യന്റെ മനസ്സിൽ കടന്നു പോകണ്ട.
എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്, കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹുവാണ്. ആ റബ്ബിന്റെ ഖജനാവ് ഒരാൾക്ക് മാത്രം തുറന്നതല്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. ആ ബോധം ഏത് മനുഷ്യന്റെയും മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ടതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്ന് സംസാരിക്കുന്നില്ല.